പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ പ്രളയ ദിനത്തിൽ കോട്ടയം നീറിക്കാട് ഒരു വലിയ രക്ഷാപ്രവർത്തനം നടന്നു. ആർത്തലച്ചു വരുന്ന മീനച്ചിലാർ പിടിച്ചു നിന്ന 2 ജീവനെ ഒരു 17 വയസ്സുകാരൻ രക്ഷപ്പെടുത്തുന്ന കഥ. തണലോരം സ്വദേശി രാജേഷും സഹോദരിയുടെ മകളും വെള്ളത്തിലകപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ പോകുന്നതിനിടയിലാണ് വള്ളം മറിഞ്ഞ് മീനച്ചിലാറിൽ കുടുങ്ങിയത്. സ്വന്തം ജീവൻ പോലും പണയം വെച്ച് 2 ജീവനുകളും രക്ഷിച്ച 17-കാരനായ ആരുഷിന് ആദരമർപ്പിക്കുകയാണ് ഇപ്പോൾ നാട്. ഈ കഴിഞ്ഞ ഞായറാഴ്ച 2-ാം തീയതി മീനച്ചിലാർ ഒഴുകിയിരുന്നത് ഇതിലൂടെയായിരുന്നു. അന്ന് ഏകദേശം ഈ അളവിലൊക്കെ വെള്ളമുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ വെള്ളത്തിൽ ഒഴുക്കിൽപ്പെട്ട് 2 പേരെ ഒരു വലിയ രക്ഷാപ്രവർത്തനം ഇവിടെ നടന്നിരുന്നു എന്നുള്ളതാണ്. അതിനൊരു 17 വയസ്സുകാരനാണ് ആ രക്ഷാപ്രവർത്തനത്തിന് ഒരു നേതൃത്വം നൽകിയെന്നുള്ളതാണ്. ഈ കാണുന്ന ബോട്ടിലാണ് ആ രക്ഷാപ്രവർത്തനം നടന്നത്. ഇപ്പോൾ ഇവിടെ കാണുന്ന ഇല്ലിക്ക് പുറകിലായിട്ടായിരുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിൻ്റെ ചേട്ടൻ്റെ മകളും ആ ഇല്ലിയിൽ പിടിച്ചു കിടക്കുകയായിരുന്നു. ബഹളമൊക്കെ കേട്ട് അവർ ഓടിയെത്തി. എന്തായിരുന്നു അന്ന് ശരിക്കും അന്ന് സംഭവിച്ചത്? അമ്മ പറഞ്ഞു വേഗം ഓടിക്കുക, അവിടെ ആരോ വെള്ളത്തിൽ വേണമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ നിന്ന് ഓടി. ഞാൻ എന്നതിനും ഇവിടെ കിടന്ന ആ ചെറിയ വള്ളത്തേൽ തുഴഞ്ഞു പോകുന്നായിരുന്നു. കുരിശുപള്ളിയുടെ അവിടെ ഇട്ടിട്ടായിരുന്നു. അച്ഛനും പിന്നെ സുരേഷൻ വീടിൻ്റെ അടുത്തുണ്ട്. അവരൊക്കെ നീന്തി വരും. ഇതുവഴി വന്നത്തിന് ഞങ്ങൾ എന്നിട്ട് കയറി. ആദ്യം കുറച്ചെല്ലാം ബോട്ട് സ്റ്റാർട്ടായില്ല. അത് കഴിഞ്ഞ് ഓടിച്ചത് ഞാനാണ് ഓടിച്ചത്. അപ്പം ഇവിടുന്ന് പോയിട്ട് നമ്മൾ ആ ഇല്ലിയുടെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അടുപ്പിക്കുമായിരുന്നു. ഈ ഹൈറ്റിലൊക്കെ വെള്ളം ഉണ്ടായിരുന്നു പറയുമ്പോൾ അത്രത്തോളം വലിയ ഒഴുക്കുണ്ടായിരിക്കും. ഉരുൾപൊട്ടി വന്ന അതായത് തൊട്ട് അടുത്ത ദിവസമായിരുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു ഇതിലൂടെ ബോട്ട് ഓടിക്കുന്നത്? അത്ര എളുപ്പമായിരുന്നു? അല്ല, നല്ല പാടായിരുന്നു. നല്ല ഒഴുക്കും നല്ല ചുഴിയൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ബോട്ട് ഫുൾ സ്പീഡ് കൊടുത്താൽ പോലും കയറിപ്പോകാം. എന്നാലും കയറിപ്പോയി പയ്യെ കയറിപ്പോയി. സാധാരണ നമ്മൾ ബോട്ട് സ്പീഡ് കൊടുത്താൽ പോലും കയറിപ്പോകാത്ത ഇതിൽ നല്ല സ്പീഡ് കയറിപ്പോയായിരുന്നു. അവനെ ഇപ്പം ആ കൂട്ടത്തിൽ ബോട്ട് നല്ലോണം ഓടിക്കാൻ അറിയുന്നുള്ളായിരുന്നു. അത്രയും വെള്ളപ്പൊക്കത്തിൽ ബോട്ട് എടുക്കാൻ റിസ്ക്കാണ്. കാര്യം പറഞ്ഞാൽ ബോട്ട് നമുക്ക് കരയോട് അടുപ്പിക്കാൻ പറ്റത്തില്ല. 2 വയസ്സുള്ള ഒഴുകാരം ബോട്ട് തള്ളിത്തള്ളി പോവാം. ജീവൻ പണയം വെച്ച് ഇദ്ദേഹം കയ്യിൽ നിന്ന് സ്ലിപ്പായി പോയി. എങ്കിൽ പോലും ഇദ്ദേഹം കറക്റ്റായിട്ട് അത് മാനേജ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇതിനകത്ത് ആരുഷ് ബോട്ട് ക്ലിയർ ചെയ്തു. ദിനേഷ് ചാടി അവരെ രക്ഷപ്പെടുത്താൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. ഇവർ 2 പേരും ശരിക്കും പിടിച്ചതുകൊണ്ട് മാത്രമാണ് ആ 2 പേരുടെ ജീവനം കിട്ടിയത്. അതൊരു അത്ഭുതമായിരുന്നു. മീനച്ചിലാറ് ശക്തമായ ഒഴുക്കുക. ഞങ്ങളൊക്കെ ഇത്രയും വെള്ളത്തിലാണ് അവിടെ നീന്തി വന്നത്. ആ ഒഴുക്കിൽ ഓടി വന്ന് ഇതെല്ലാം ചെയ്യുമെന്ന് പറയുമ്പോൾ ആ 17 വയസ്സുകാരൻ നമ്മൾ എന്തു പറഞ്ഞാലും അത് എന്താ പറയുക അറിയില്ല. അതിപ്പോൾ അവരെ രക്ഷിക്കേണ്ട, അവർക്കും ജീവനും വിലയില്ല. എന്നാലും നമ്മളത് ആലോചിച്ച് പെട്ടെന്ന് ഓടി വരുമായിരുന്നു. വേറൊന്നും ആലോചിച്ചില്ല. ഇല്ല. എന്താണ് അവരുടെ ഫോണിലൂടെ എന്താ കേട്ടത് ശരിക്കും? ഇവിടുത്തെ സിംബാപ്പയുടെ ഭാര്യയെ വിളിച്ചു പറയുമായിരുന്നു ഇതുപോലെ 2 പേര് വെള്ളത്തിൽ. അന്നേരം അവിടെ നിന്ന് ഓടി. ഒരുപക്ഷെ ഇവരുടെ ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ കാണുന്ന ഒരു ബോട്ടിൽ അത്ര വലിയൊരു രക്ഷാപ്രവർത്തനം ഇവിടെ നടത്തിയത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഖിൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം. അഖിൽ ആണ് റിപ്പോർട്ട് നൽകിയത്. ആരുഷ് മിടുക്കനാണ് കേട്ടോ. വെറും മിടുക്കനല്ല, മിടുക്കൻ ആണ് നമ്മുടെ ആരുഷ്.